നമസ്കാരം. ലേൺ മലയാളം വിത്ത് ലൗന്ന മലയാളം ക്ലാസ്സിലേക്ക് 8ാം ക്ലാസ്സിലെ എല്ലാ പ്രിയപ്പെട്ട കുട്ടികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേരള പാഠാവലിയിലെ 2ാമത്തെ യൂണിറ്റ് കലയുടെ വേരുകൾ. അതിൽ വരുന്ന ആദ്യത്തെ പാഠഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം. കഥകളി ആചാര്യനായ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടത്തിലെ ഒരു ഭാഗമാണ് കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗം വായിക്കാം. എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക, പുസ്തകം എടുക്കുക. ഞാൻ വായിക്കുന്നതിനൊപ്പം നിങ്ങളും മനസ്സിൽ വായിച്ചു പോവുക. റെഡിയാണല്ലോ? ചിത്രത്തിൽ കൊടുത്തിട്ടുള്ള കലാരൂപങ്ങൾ തിരിച്ചറിയുക. കേരളത്തിലെ മറ്റ് കലാരൂപങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ചിത്രത്തിൽ എന്തൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്? തെയ്യം, യക്ഷഗാനം, പുലികളി, മാർഗംകളി, വിൽപ്പാട്ട്, പടയണി, ഒപ്പന. ഇനി ഇതുകൂടാതെ അതിൽ പൂരിപ്പിക്കേണ്ടത് എന്തൊക്കെയാണ്? കഥകളി, തിരുവാതിര, കുമ്മാട്ടിക്കളി, കോൽക്കളി, തുള്ളൽ, കൈകൊട്ടിക്കളി. ബാല്യത്തിൻ്റെ വിസ്മയ അനുഭൂതികളാണ് ഓരോ കലയുടെയും തിരനോട്ടം. തിരശ്ശീല നീങ്ങുമ്പോൾ അരങ്ങിൽ ആട്ടവിളക്ക് തെളിയുന്നു. ആട്ടവിളക്ക് എന്താണ്? കഥകളി അവതരിപ്പിക്കാൻ അരങ്ങിൽ കത്തിച്ചു വയ്ക്കുന്ന വലിയ വിളക്കിനെയാണ് ആട്ടവിളക്ക് എന്ന് പറയുന്നത്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠത്തിൻ്റെ പേര് കളിവിളക്കിൻ തിരുനാളം. ബാല്യത്തിൽ തന്നെ കഥകളി കാണാൻ വലിയ ഉത്സാഹമായിരുന്നു. മറ്റു കുട്ടികളെ പോലെ കളിവിളക്കിന് മുമ്പിൽ തന്നെ വലിയ ഉത്സാഹത്തിൽ തിക്കിത്തിരക്കിയിരിക്കും. കഷ്ടിച്ച കഥ തുടങ്ങാറാകുമ്പോഴേക്ക് ഉറങ്ങിയിട്ടും ഉണ്ടാകും. എങ്കിലും അന്നത്തെ ചില കഥകളി വേഷങ്ങൾ എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിച്ചിട്ടുണ്ട്. പരോക്ഷമാണെങ്കിലും, അതായത് പ്രത്യക്ഷത്തിലല്ല, ഇൻഡയറക്റ്റ്ലി, പരോക്ഷമാണെങ്കിലും അതും പിൽക്കാലത്ത് എനിക്ക് പ്രചോദകമായിട്ടുണ്ടാകാം. എനിക്ക് അത് പ്രേരണയായിട്ടുണ്ടാവും. എനിക്ക് എന്നെ തന്നെ പരിപോഷിപ്പിക്കാനുള്ള അവസരമായിട്ടുണ്ടാകാം. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കുട്ടിക്കാലത്ത് ഞാൻ കണ്ട വേഷങ്ങളിൽ എന്നെ ഹഠാത് ആകർഷിച്ചത്. എന്താണ് ഹഠാത് ആകർഷിച്ചതെന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ആകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ്. മറ്റു പല വേഷങ്ങളേക്കാൾ എന്നെ കൂടുതൽ പെട്ടെന്നും ആകർഷിച്ചത് ഹനുമാന്റെ വേഷമാണ്. അതും തോരണ യുദ്ധത്തിലെ ഹനുമാൻ. അതിനോട് ബന്ധപ്പെട്ട ഒരു ചെറിയ സംഭവം. ഒരിക്കൽ ഉത്സവ കളിക്ക് കൂട്ടുകാരുമൊത്ത് അരങ്ങിന് മുന്നിൽ ചെന്നിരുന്നു. അരങ്ങെന്താണ്? അരങ്ങ് വേദിയാണ്. അരങ്ങിന് മുൻപിൽ ചെന്നിരുന്നു. കളി തുടങ്ങിയിരുന്നു. എന്തുകൊണ്ടോ ഒരു രസം തോന്നിയില്ല. ഞങ്ങളിൽ ചിലർ മെല്ലെ എഴുന്നേറ്റ് അണിയറയിലെത്തി. അണിയറ എന്ന് പറഞ്ഞാൽ എന്താണ്? അരങ്ങിന് പിന്നിലുള്ള വേഷക്കാർ ഒരുങ്ങുന്ന സ്ഥലമാണ് അണിയറ. ആ അണിയറയുടെ വാതിൽ പാളിയിലൂടെ സൂക്ഷിച്ചു നോക്കി. അപ്പോഴതാ അങ്ങേ തലയ്ക്കൽ ഒരു സാധനം അനക്കമിട്ടിരിക്കുന്നു. ഒരു ചലനവുമില്ല. നിലവിളക്കിൻ്റെ മങ്ങിയ വെളിച്ചത്തിൽ അത് കണ്ണ് അടച്ചാണോ തുറന്നാണോ ഇരുന്നിരുന്നത് എന്നുപോലും ഞങ്ങൾക്ക് വ്യക്തമായിരുന്നില്ല. ആശാരി കോപ്പൻ എന്ന പേരിൽ പ്രശസ്തനായ കോപ്പൻ നായരുടെ ഹനുമാനായിരുന്നു അതെന്ന് പിന്നീട് മനസ്സിലായി. അപ്പോൾ ഒരു ഹനുമാൻ വേഷമാണ് അവർ അണിയറയിൽ കണ്ടത്. ഏതായാലും ഞങ്ങൾക്ക് രസം മൂത്തു. വാതിൽ കുറേശ്ശെ തള്ളി തുറന്ന് അണിയറയുടെ ഉള്ളിലേക്ക് സംശയിച്ചു നീങ്ങി തുടങ്ങി. ഓർക്കാപ്പുറത്ത് ആ രൂപം പൊടുന്നനെ പെട്ടെന്ന് എഴുന്നേറ്റ് അമർത്തി 4 ചവിട്ട്. വേഷം ഏകദേശം അരങ്ങത്ത് പ്രവേശിക്കാനായി എന്ന് മനസ്സിലാക്കിയ ആശാൻ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കഥകളി സമ്പ്രദായത്തിൽ മടം പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ചുവടുവയ്പ്പാണ്. ഉപ്പൂറ്റി അമർത്തി ചവിട്ടിയുള്ള ഒരു ചുവടുവയ്പ്പ്. ഒരു ചുറുചുറുക്ക് വരുത്തിയതാണ്. മടം പിടിച്ച് അതായത് തനിക്ക് അരങ്ങിലേക്ക് എത്താനുള്ള സമയമായി എന്നതിൻ്റെ മുന്നോടിയായിട്ട് ഒരു ചുറുചുറുക്ക്, ഒരു ഉത്സാഹം വരുത്തിയതാണ്. ഇത് ഞങ്ങൾക്കറിയില്ല. പേടിച്ച് വിരണ്ട ഞങ്ങൾ അണിയറയിൽ നിന്ന് ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി. കുട്ടികളല്ലേ, ഈ ഹനുമാന്റെ രൂപം, വേഷവിധാനങ്ങളും ആ പ്രത്യേക ചുവടുവയ്പ്പും ഒക്കെ കണ്ടിട്ട് കുട്ടികളായി ഞങ്ങൾ ഇരുട്ടിലേക്ക് പിന്തിരിഞ്ഞോടി. അണിയറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. അപരിചിതർ നേരെ ചൊവ്വേ വന്നിറങ്ങിയാൽ ഒരു പൊട്ടക്കുണ്ടിലാണ് ചെന്ന് ചാടുക. പൊട്ടക്കുണ്ടെന്ന് വെച്ചാൽ എന്താ? ഒരു ആഴം കുറഞ്ഞൊരു കുഴി. അതിലേക്ക് വന്ന് ചാടും. കാരണം വാതിൽ കടന്നാൽ ഒരു വശത്തേക്ക് തിരിഞ്ഞു പോകണം ഇറങ്ങിപ്പോകാൻ. ഇതറിയാതെ ഞങ്ങൾ ഓടി.
കൂട്ടത്തോടെ ചെന്നു വീണതോ ആ കുണ്ടിലും. അപ്പോഴും കച്ചമണികളുടെയും മടമ്പടിയുടെയും ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. പ്രസ്തുത രൂപം, നേരത്തെ കുട്ടികൾ കണ്ട ആ ഹനുമാന്റെ രൂപം ഞങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കുകയാണോ? കൊട്ടിപ്പിടഞ്ഞ് എണീറ്റോടാൻ നോക്കി. സമാധാനം, വേഷം ഞങ്ങളുടെ പിറകെയില്ല. അരങ്ങത്തേക്കാണ് ഇറങ്ങിപ്പോകുന്നത്. കോപ്പൻ നായർ ഞങ്ങളെ ശ്രദ്ധിച്ചിട്ടേയില്ല. കാരണം കഥകളി അണിയറയിൽ അത്യാവശ്യം കാഴ്ചക്കാരും കുട്ടികളും അവിടെ എത്തിയും പാളിയും നോക്കുന്നത് ഒരു സാധാരണ സംഭവമാണല്ലോ. അപ്പോൾ കുട്ടികളാണ് ഈ വന്നെത്തി നോക്കിയതെന്ന് കോപ്പൻ നായർക്ക് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം അത് കാര്യമായിട്ട് ഗൗനിക്കാതെ അരങ്ങിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങളുടെ ഉറക്കച്ചടവെല്ലാം തീർന്നു. ഈ ഓടിയും ചാടിയും പൊട്ടക്കുണ്ടിലൊക്കെ വീണിട്ട് കുട്ടികളുടെ ഉറക്കച്ചടവും ക്ഷീണമൊക്കെ മാറി അവർ വളരും ഉത്സാഹത്തിമിർപ്പിലായി. ഇനി ഏതായാലും കഥകളി കാണുക തന്നെ എന്ന് തീരുമാനിച്ചു. വീണ്ടും അരങ്ങിന് മുമ്പിലെത്തി. അപ്പോഴേക്കും ഹനുമാൻ ആട്ടം തുടങ്ങിയിരുന്നു. അതിൽ രാക്ഷസന്മാരുമായുള്ള യുദ്ധചാബല്യങ്ങൾ, ഓരോ അവിവേകങ്ങൾ, അതായത് രാക്ഷസന്മാരുമായിട്ടുള്ള ഹനുമാന്റെ യുദ്ധത്തിൽ കാണിക്കുന്ന ഓരോ ചാബല്യങ്ങളോ അല്ലെങ്കിൽ അറിവില്ലായ്മ കൊണ്ട് കാട്ടിക്കൂട്ടുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ എന്നെ വളരെ ആകർഷിച്ചു. യുദ്ധത്തിനിടയിൽ സ്റ്റേജിൽ മുൻകൂട്ടി തയ്യാറാക്കി വെച്ചിരുന്ന ഉങ്ങിന്റെ കൊമ്പ് പൊട്ടിച്ച് രാക്ഷസ വേഷക്കാരെ ഹനുമാൻ തലങ്ങും വിലങ്ങും അടിച്ചു. ഞങ്ങൾക്ക് രസം പിടിച്ചു. അതിനിടയിൽ ഉങ്ങിന്റെ കൊമ്പിലുണ്ടായിരുന്ന ഒരു ഉങ്ങിൻകായ് നേരെ തെറിച്ച് എൻ്റെ മൂക്കിന്മേൽ തട്ടി. അതായത് കഥാനായകനായ കലാമണ്ഡലം രാമൻകുട്ടി നായർ, അദ്ദേഹത്തിൻ്റെ മൂക്കിൽ തെറിച്ചു. കലശലായ വേദന അനുഭവപ്പെട്ടു. അപ്പോഴേക്കും കഷ്ടിച്ച് പുലരാറായിരുന്നു. എണീറ്റ് വീട്ടിലേക്ക് നടന്നു. ആ വേദന കുറേ ദിവസം നീണ്ടു നിന്നു. ഇത് എഴുതിയിരിക്കുന്നത് കലാമണ്ഡലം രാമൻകുട്ടി നായർ. അദ്ദേഹത്തിൻ്റെ തിരനോട്ടം എന്ന ആത്മകഥയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം. കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടത്തിലെ ഒരു ഭാഗമാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ള പാഠഭാഗമായ കളിവിളക്കിൻ തിരുനാളം. അദ്ദേഹത്തിന് ബാല്യകാലത്ത് തന്നെ കഥകളിയോടുള്ള ഒരു അഭിനിവേശം വളർന്നു വന്നിരുന്നു എന്നതിന് തെളിവാണ് ഈ പാഠഭാഗം. കഥകളിയോടുള്ള കൗതുകവും ഭയവും പിന്നീട് അതിനോടുള്ള ആവേശവുമായി മാറിയ ഒരു ഓർമ്മചിത്രമാണ് പാഠസന്ദർഭം. ബാല്യകാലത്ത് കൂട്ടുകാരോടൊപ്പം കഥകളി കാണാൻ പോയതും കളിവിളക്കിന് മുൻപിൽ ഇരിക്കുന്നതും പിന്നീട് ആട്ടം തുടങ്ങുമ്പോഴേക്കും ഉറക്കം തൂങ്ങുന്നതുമെല്ലാം വിവരിക്കുന്നത് ഏറെ രസകരമായിട്ടാണ്. എന്നാലും ആ ഉറക്കത്തിനുമപ്പുറം തൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ചില വേഷങ്ങൾ മായാത്തൊരോർമ്മയായതും പിന്നീട് തനിക്ക് പ്രചോദനമായെന്നും ലേഖകൻ പറയുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ആ കഥകളി എന്ന കലാരൂപത്തിനും അതിലെ കഥാപാത്രങ്ങളും അദ്ദേഹത്തെ വളരെയധികം സ്വാധീനിച്ചു എന്നതിനുള്ള തെളിവായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അരങ്ങിന് മുന്നിൽ കഥകളി ആട്ടം തുടങ്ങാൻ കാത്തിരുന്ന് മുഷിഞ്ഞപ്പോൾ അണിയറയിലേക്ക് കൂട്ടുകാരോടൊപ്പം എത്തി നോക്കാൻ പോയതും അവിടെ നിശ്ചലനായിരിക്കുന്ന ഹനുമാൻ രൂപം കണ്ട് ഭയന്നതും പേടിച്ചോടി പൊട്ടക്കുഴിയിൽ വീണതും വേദിയിൽ ഹനുമാന്റെ യുദ്ധചാബല്യങ്ങളും ഉങ്ങിൻ കൊമ്പടിച്ച് രാക്ഷസന്മാരെ അടിക്കുന്നതുമെല്ലാം വളരെ ആസ്വദിച്ച് കണ്ടിരുന്നതും ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ ഹനുമാന്റെ ആട്ടം കണ്ട് മുഴുകിയിരുന്നപ്പോൾ ഉങ്ങിൻ കൊമ്പിൽ നിന്ന് ഒരു കായ് തൻ്റെ മൂക്കിൽ വന്ന് തട്ടിയ അനുഭവം ലേഖകൻ പങ്കുവയ്ക്കുന്നതോടെയാണ് പാഠഭാഗം അവസാനിക്കുന്നത്. പക്ഷേ അന്ന് ഉങ്ങിൻകായ കൊണ്ട് തനിക്ക് വേദനിച്ചുവെങ്കിലും ഹനുമാൻ രൂപവും ആ കലാരൂപവും പിന്നീട് അങ്ങോട്ട് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കലാകാരൻ്റെ വളർച്ചയിലേക്ക് വഴിതെളിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ കളിവിളക്കിൻ തിരുനാളം എന്നത് ആ ബാലൻ്റെ മനസ്സിലെ കലയോടുള്ള അദമ്യമായ അഭിനിവേശത്തിൻ്റെയും കഥകളി ആചാര്യൻ എന്ന കലാപ്രതിഭയിലേക്കുള്ള തിരുനാളം തെളിയിച്ചു എന്ന് വേണം നാം മനസ്സിലാക്കേണ്ടത്. അടുത്തതായി പാഠഭാഗ പ്രവർത്തനത്തിലേക്ക് കിടക്കാം. കണ്ടെത്താം, എഴുതാം. അതിൽ വരുന്ന ചോദ്യം ഇതാണ്: കഥകളി കാണാൻ പോയ കുട്ടികൾക്കുണ്ടായ ഹൃദയസ്പർശിയായ അനുഭവങ്ങൾ പാഠഭാഗത്തു നിന്ന് കണ്ടെത്തി പറയൂ, കുറിപ്പെഴുതൂ. കളിവിളക്കിൻ തിരുനാളം എന്ന പാഠഭാഗത്ത് കഥകളി കാണാനെത്തിയ കുട്ടികൾക്കുണ്ടായ അനുഭവത്തെ രസകരമായി പ്രതിപാദിച്ചിരിക്കുന്നു. അരങ്ങിന് മുൻപിലിരുന്ന് ഉറക്കം തൂങ്ങിയപ്പോൾ കൂട്ടുകാരോടൊപ്പം അണിയറയിലേക്ക് പോയതും
അവിടെ നിശ്ചലനായിരിക്കുന്ന ഹനുമാൻ രൂപവും അവരിൽ കൗതുകവും ഭയവും നിറച്ചു. ആ രൂപം പെട്ടെന്ന് എഴുന്നേറ്റ് മടം പടിച്ച് അരങ്ങിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോൾ കുട്ടികൾ പേടിച്ചോടിയതും അങ്ങനെ പൊട്ടക്കുഴിയിൽ വീണതും മറക്കാനാവാത്തൊരനുഭവമായി ലേഖകൻ പറയുന്നുണ്ട്. എന്നാൽ തങ്ങളെ ശ്രദ്ധിക്കാതെ ഹനുമാൻ വേഷം വേദിയിലേക്ക് പോയതും ഉറക്കച്ചടവൊക്കെ മാറി കഥകളി ആസ്വദിച്ചിരുന്നതുമെല്ലാം ലേഖകൻ പങ്കുവയ്ക്കുന്നു. അണിയറയിൽ ഹനുമാൻ വേഷം കണ്ട് ഭയന്നതാണെങ്കിലും വേദിയിൽ നിറഞ്ഞാടുന്ന ഹനുമാന്റെ യുദ്ധചാബല്യങ്ങളും യുദ്ധത്തിനിടയിൽ ഹനുമാൻ കൊമ്പൊടിച്ച് അടിക്കുന്നതുമെല്ലാം അവരിൽ ചിരിയുണർത്തുന്നുണ്ട്. ആ ഉങ്ങിൻ കൊമ്പിൽ നിന്നും ഒരു ഉങ്ങിൻകായ് കഥാനായകന്റെ മൂക്കിൽ തട്ടിയതുമെല്ലാം നൊമ്പരമുള്ള ഒരു ഓർമ്മയാണെങ്കിലും പിന്നീട് അങ്ങോട്ട് കഥകളി എന്ന കലാരൂപത്തിന്റെ അരങ്ങിലേക്ക് എത്തിപ്പെടുവാൻ ബാല്യകാലത്തുണർത്തിയ ആ ഭയവും കൗതുകവും വേദനയും വേദിയിൽ നിറഞ്ഞാടുന്നതിനുള്ള മുദ്രകളാക്കി മാറ്റാൻ കഥാനായകന് പ്രചോദനമായി. അങ്ങനെ കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന കഥകളി ആചാര്യൻ നമ്മുടെ നാടിൻ്റെ അഭിമാനമായി മാറി. ഇടഭാഗത്ത് ഒരു പുതിയ വാക്ക് പറയുന്നുണ്ട്. എന്താണത്? ഹഠാത് ആകർഷിച്ച. അതായത് തന്നെ പെട്ടെന്ന് ആകർഷിച്ച ആ കഥകളി വേഷത്തെപ്പറ്റി ലേഖകൻ നമ്മളോട് പറയുന്നുണ്ട്. ഏതായിരുന്നു ആ കഥകളി വേഷം? തോരണയുദ്ധം എന്ന കഥയിലെ ഹനുമാന്റെ വേഷമാണ് തന്നെ ഹഠാത് ആകർഷിച്ചത്, തന്നെ ഏറ്റവും ആകർഷിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതുകൂടാതെ വേറൊരു വാക്കുകൂടി കഥകളിയുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട്. ഒരു ചുവടാണ്, കഥകളിയിലെ ഒരു ചുവടുവയ്പ്പിനെയാണ് മടമ്പടിച്ച് എന്ന് പറയുന്നുണ്ട്. ഈ മടമ്പടിച്ച സിറ്റുവേഷൻ എന്താണ്? സാഹചര്യം എന്താണ്? അണിയറയിൽ തൻ്റെ ഊഴങ്കാത്ത് വേഷവിധാനങ്ങൾ അണിഞ്ഞിരുന്ന ഹനുമാൻ രൂപം മടമ്പടിച്ച് 4 ചവിട്ടിയപ്പോൾ എന്ത് പറ്റി? കുട്ടികൾ അണിയറയ്ക്ക് അകത്തേക്ക് എത്തി നോക്കിയിരുന്ന കുട്ടികളായ തങ്ങൾ പേടിച്ചു പോയി എന്നാണ് പറയുന്നത്. അതായത് തങ്ങളെ ആക്രമിക്കാൻ വരികയാണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് കുട്ടികൾ അവിടെ നിന്ന് പേടിച്ചോടി പൊട്ടക്കുഴിയിൽ വീഴുന്നതും. പക്ഷേ അത് അരങ്ങിലേക്ക് പോകാനുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ടുള്ള ചുവടുവയ്പ്പായിരുന്നു എന്നത് അന്ന് കുട്ടിയായ തനിക്ക് അറിയുമായിരുന്നില്ല എന്നതും ഇവിടെ സൂചിതമാണ്. എന്താണ് ഈ കളിവിളക്ക് അല്ലെങ്കിൽ ആട്ടവിളക്ക്? അതായത് കഥകളി വേഷക്കാരൻ്റെ നെഞ്ചോളം പൊക്കമുള്ള ഒരു വിളക്കാണത്. ആട്ടവിളക്കിൽ ഇരുവശവും വണ്ണം കൂടിയ തിരികളിൽ കത്തുന്ന ദീപപ്രകാശത്തിലാണ് കഥകളിയുടെ അവതരണം നടക്കുന്നത്. ആ കളിവിളക്കിനെ പറ്റിയാണ്, അതിൽ തെളിയിക്കുന്ന തിരുനാളമാണ് തൻ്റെ ജീവിതത്തിലും കഥകളിയായിട്ടുള്ള മുദ്രകളിലേക്ക്, ഉയർച്ചയിലേക്ക് വഴിതെളിച്ചതെന്ന്, അല്ലെങ്കിൽ തൻ്റെ കഥകളി ആചാര്യൻ എന്ന പദവിയിലേക്കുള്ള ഒരു ദീപനാളമായി ഉയർത്തിയത് താൻ ബാല്യകാലത്ത് കണ്ട് ആസ്വദിച്ച ആ കഥകളി വേഷങ്ങളും അണിയറ കാഴ്ചകളും അരങ്ങിൽ നിറഞ്ഞാടിയ രൂപങ്ങളുമാണെന്ന് ഈ ലേഖനത്തിൽ ലേഖകൻ നമ്മളോട് പങ്കുവയ്ക്കുന്നു. ഈ ലേഖനത്തിൽ എടുത്തു പറയുന്ന 2 വാക്കുകളാണ് അരങ്ങും അണിയറയും. അരങ്ങിൽ നിറഞ്ഞാടിയ ഹനുമാന്റെ യുദ്ധചാബല്യങ്ങളും അണിയറയിൽ കണ്ട ഭയപ്പെടുത്തുന്ന ഹനുമാന്റെ നിശ്ചലമായിരിക്കുന്ന രൂപവുമെന്ന് ലേഖകൻ എടുത്തു പറയുന്നുണ്ട്. അപ്പോൾ അരങ്ങ് എന്ന് പറയുന്നത് ആ കലാരൂപം അവതരിപ്പിക്കുന്ന വേദിയാണ് അരങ്ങ്. അണിയറ എന്ന് പറയുന്നത് അവർക്ക് അണിഞ്ഞൊരുങ്ങുന്നതിനും വേഷവിധാനങ്ങൾ അണിയുന്നതിനും അവരുടെ ഊഴം കാത്ത് വിശ്രമിക്കുന്നതിനും ഉള്ള ഇടമാണ് അണിയറ. അതിനുള്ള തയ്യാറെടുപ്പ് നടത്തുന്നതാണ് അണിയറ. അത് അവതരിപ്പിക്കുന്ന വേദിയാണ് അരങ്ങ്. ഈ 2 ഇടങ്ങളും, അരങ്ങും അണിയറയും, ഒരുപോലെ ലേഖകനെ സ്വാധീനിച്ചു എന്നാണ് പറയുന്നത്. ആ ഹനുമാന്റെ പേടിപ്പെടുത്തുന്ന രൂപവും കൗതുകവും ഭയവും ഉണർത്തി. എന്നാൽ അരങ്ങിൽ കണ്ട ഹനുമാന്റെ ആ യുദ്ധചാബല്യം എന്താണ്? അദ്ദേഹത്തിൽ ആവേശമുണർത്തി. ആ 2ൻ്റെയും സ്വാധീനം ആ കുട്ടിയിൽ ഉണർത്തിയ ആവേശവും അഭിനിവേശവുമാണ് പിന്നീട് കലാമണ്ഡലം രാമൻകുട്ടി നായർ എന്ന ആചാര്യനിലേക്ക് തന്നെ എത്തിച്ചതെന്ന് ഈ അവസരത്തിൽ നമ്മളോട് പറയുന്നുണ്ട്. 1883 പ്രസിദ്ധീകരിച്ച കൊട്ടാരക്കര തമ്പുരാൻ രചിച്ചതാണ് തോരണയുദ്ധം എന്ന ആട്ടക്കഥ.